ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ പോർഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിലെ അവസാന ഭാഗമാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ NCERT ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു. നേരിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കും, അതിനുശേഷം ഞാൻ അത് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് ടെക്സ്റ്റിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടാം ചലന നിയമം ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തെയും വസ്തുവിന്റെ ത്വരണത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. എന്നാൽ എന്താണ് ഈ വസ്തുക്കളുടെ മേലുള്ള ബാഹ്യബലത്തിന്റെ ഉറവിടം? ഈ ബാഹ്യബലത്തിന് കാരണം എന്ത്? ന്യൂട്ടോണിയൻ ബലതന്ത്രത്തിൽ ഇതിന്റെ ഏറ്റവും ലഘുവായ ഉത്തരം ഈ ബാഹ്യബലം എപ്പോഴും മറ്റൊരു വസ്തു മൂലമാണ് ഉണ്ടാകുന്നത് എന്നാണ്. അതായത് ഒരു ബാഹ്യബലത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് നിയമങ്ങളിലും, അല്ലെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. പക്ഷെ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നത് മൂന്നാമത്തെ ചലന നിയമത്തിലാണ്. അപ്പം ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഈ ബലത്തിന്റെ ഉറവിടം എന്നതിനെ പറ്റി പറയുന്നത് ആ ബലം വരുന്നത് മറ്റൊരു വസ്തുവിൽ നിന്നാണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എ ബി എന്നിങ്ങനെ ഒരു ജോഡി വസ്തുക്കളെ സങ്കല്പിക്കാനാണ്. എ എന്നുള്ളത് ഒരു വസ്തുവാണ്, ബി എന്നുള്ളത് മറ്റൊരു വസ്തുവാണ്. എയിൽ ബി ഒരു ബാഹ്യബലം സൃഷ്ടിക്കുന്നു. ബി എന്ത് ചെയ്യുന്നു? എയിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നാം ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി വരും. എ എന്ന വസ്തു തിരിച്ച് ബിയിൽ ബാഹ്യബലം പ്രയോഗിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ തിരിച്ചു വയ്ക്കും. അതായത് എ എന്നുള്ള വസ്തു ബിയിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ബി എന്നുള്ള വസ്തു എയിൽ ബലം പ്രയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾക്ക് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ചുരുളൻ സ്പ്രിങ്ങിനെ അമർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള ബലം മൂലം സ്പ്രിങ് അമർന്നിരിക്കും, അല്ലെ? അതേസമയം ഇങ്ങനെ അമർന്നിരിക്കുന്ന സ്പ്രിങ് നമ്മുടെ കയ്യിൽ പ്രയോഗിക്കുന്ന ബലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലല്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? വസ്തുക്കൾ സമ്പർക്കത്തിലല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് സ്പ്രിങ് നമ്മൾ അമർത്തി പിടിക്കുന്ന സമയത്ത് സ്പ്രിങ്ങിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സ്പ്രിങ് നമ്മളിലേക്ക് കൊടുക്കുന്ന ബലം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഈ വസ്തുക്കൾ സമ്പർക്കത്തിലല്ല, ഇങ്ങനെ സ്പ്രിങ്ങും നമ്മുടെ കൈയും പോലെ സമ്പർക്കത്തിലല്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിന് മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂമി ഒരു കല്ലിനെ ഗുരുത്വാകർഷണ ബലം വഴി താഴേക്ക് ആകർഷിക്കുന്നു. ഈ കല്ല് തിരിച്ച് ഭൂമിയിൽ ബലം പ്രയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമല്ല. കാരണം കല്ല് ഭൂമിയിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ആഘാതം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട് എന്നാണ്. അതായത് കല്ല് ഭൂമിയിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് എന്നാണ്. കല്ല് ഭൂമിയിൽ തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അതായത് ഭൂമി കല്ലിനെ ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നത് പോലെ തന്നെ കല്ല് ഭൂമിയിലും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിന് കാരണം ഭൂമിയുടെ മാസ് ആണ്. കല്ലിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്ക് വലിയൊരു മാസ് ഉണ്ട്. അതുകൊണ്ട് ആ ബലം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കല്ലുണ്ടാക്കുന്ന ഈ ചെറിയ ബലം മൂലം ഭൂമിക്കുണ്ടാകുന്ന ചലനം അവഗണിക്കാം. അത് നെഗ്ലിജിബിൾ ആണ് എന്നുള്ള കാര്യം. അതായത് കല്ലിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി വളരെ വലുതായതുകൊണ്ട് നമുക്ക് ആ ഒരു ബലം അല്ലെങ്കിൽ ആ ഫോഴ്സ് നമുക്ക് നെഗ്ലിജിബിൾ ആണ്. ഇപ്രകാരം ന്യൂട്ടോണിയൻ ബലതന്ത്രം അനുസരിച്ച് ബലങ്ങൾ ഒരിക്കലും പ്രകൃതിയിൽ ഒറ്റപ്പെട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് കാണാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ഇടപെടലാണ് ബലം. ബലങ്ങൾ എപ്പോഴും ജോഡികളായാണ് നിലനിൽക്കുന്നത്. രണ്ട് വസ്തുക്കൾക്കിടയിൽ അന്യോന്യം പ്രവർത്തിക്കുന്ന ബലങ്ങൾ എപ്പോഴും തുല്യവും വിപരീതവുമായിരിക്കും. ഈ ആശയത്തെയാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന്റെ രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏത് പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. നമ്മൾ ഏത് പ്രവർത്തനം എടുത്തു കഴിഞ്ഞാലും അതിന് തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഇവിടെ പ്രവർത്തനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു ഫോഴ്സിന്റെ ടേംസിൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ അതിന് തുല്യവും വിപരീതവുമായിട്ടുള്ള തിരിച്ചൊരു ബലം ഉണ്ടാകുമെന്ന് കൺസിഡർ ചെയ്താൽ മതി. ന്യൂട്ടന്റെ ഭാഷയിലുള്ള മൂന്നാം ചലന നിയമം വളരെ സ്പഷ്ടവും മനോഹരവുമാവുകയാൽ ഇത് സാധാരണ ശൈലിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെ? നമ്മളിപ്പോ എന്ത് കാര്യത്തിനും ഈ മൂന്നാമത്തെ നിയമം വളരെ സിമ്പിൾ ആയതുകൊണ്ട് എവരി ആക്ഷൻ ഹാവ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് വെറുതെ എടുത്ത് പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. പ്രവർത്തനം, പ്രതിപ്രവർത്തനം എന്നീ വാക്കുകളുടെ പ്രയോഗം സംബന്ധിച്ച വസ്തുതകൾ ചിലതുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. മൂന്നാം ചലന നിയമത്തിൽ പ്രതിപാദിക്കുന്ന പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ബലങ്ങളാണ്. അത് രണ്ടും ബലങ്ങളാണ്. ബലങ്ങൾ എപ്പോഴും ജോഡികളായാണ് പ്രവർത്തിക്കുന്നത്. എ എന്ന വസ്തുവിൽ ബി എന്ന വസ്തു പ്രയോഗിക്കുന്ന ബലം ബി എന്ന വസ്തുവിൽ എ പ്രയോഗിക്കുന്ന ബലത്തിന് തുല്യവും വിപരീതവുമായിരിക്കും.
പ്രവർത്തനം, പ്രതിപ്രവർത്തനം എന്നീ പ്രയോഗങ്ങൾ തെറ്റായ ധാരണ സൃഷ്ടിക്കാറുണ്ട്. പ്രവർത്തനത്തെ തുടർന്നാണ് പ്രതിപ്രവർത്തനം ഉണ്ടാകുന്നതെന്ന്, അതായത് പ്രവർത്തനം കാരണവും പ്രതിപ്രവർത്തനം എന്നത് അതിന്റെ ഫലവുമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് കോസ് എന്ന് പറയുന്നത് പ്രവർത്തനവും ആക്ഷൻ എന്ന് പറയുന്നത് പ്രതിപ്രവർത്തനവുമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിൽ യാതൊരു കാര്യകാരണ ബന്ധവും യഥാർത്ഥത്തിൽ ഈ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നില്ല. എയിൽ ബി പ്രയോഗിക്കുന്ന ബലവും ബിയിൽ എ പ്രയോഗിക്കുന്ന ബലവും ഒരേ സമയത്താണ്, അത് സൈമുൾട്ടേനിയസ്ലി ആണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഇവയിൽ ഏതിനെ വേണമെങ്കിലും പ്രവർത്തനം എന്നും മറ്റേതിന് പ്രതിപ്രവർത്തനം എന്നും പറയാം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത വസ്തുക്കളിലാണ് പ്രവർത്തിക്കുന്നത്, ഒരേ വസ്തുവിലല്ല. എ ബി എന്നീ രണ്ട് വസ്തുക്കൾ സങ്കല്പിക്കുക. മൂന്നാം ചലന നിയമം അനുസരിച്ച് എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ. എയിൽ പ്രയോഗിക്കുന്ന ബലം ഇസ് ഈക്വൽ ടു മൈനസ് ബിയിൽ പ്രയോഗിക്കുന്ന ബലം. ഓക്കെ അല്ലേ? ഏതെങ്കിലും ഒരു വസ്തുവിൽ മാത്രം ചലനമാണ് നാം പരിഗണിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ചലനം മാത്രമാണ്, അത് എയോ ബിയോ ആവട്ടെ, ഏതെങ്കിലും ഒന്നിന്റെയാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു ബലം മാത്രമേ കണക്കിലെടുക്കേണ്ടതുള്ളൂ. ഈ രണ്ട് ബലങ്ങളും തമ്മിൽ കൂട്ടുന്നത് മൂലം കിട്ടുന്ന ആകെ ബലം 0 ആണെന്ന് കരുതുന്നതും സാധാരണ വരുത്താറുള്ള ഒരു പിഴവാണ്. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പറയുമ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാല് 0 കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. നാം രണ്ട് വസ്തുക്കളുള്ള ഒരു വ്യൂഹത്തെ മുഴുവനായി പരിഗണിച്ചാൽ എഫ് എ ബി, എഫ് ബി എ എന്നിവ ഈ വ്യൂഹത്തിൽ എ പ്ലസ് ബിയിൽ പ്രവർത്തിക്കുന്ന ആന്തരിക ബലങ്ങളാണ്. ഇവ രണ്ടും തമ്മിൽ കിട്ടിയാൽ കിട്ടുന്നത് എന്താണ്? ശൂന്യബലമാണ്. അതായത് ഒരു വസ്തുവിന്മേലോ വസ്തുക്കളുടെ വ്യൂഹത്തിലോ പ്രവർത്തിക്കുന്ന ആന്തരിക ബലങ്ങൾ പരസ്പരം റദ്ദാക്കപ്പെടുന്നു. ഈ സുപ്രധാന വസ്തുത ഒരു വസ്തുവിന്മേലോ കണികകളുടെ ഒരു വ്യൂഹത്തിലോ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പ്രയോഗയോഗ്യമാക്കുന്നതിന് സഹായകമാകുന്നു. ഈ രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് കിട്ടുന്ന ആകെ ബലം 0 ആണെന്ന് അല്ല അതിന്റെ ഉത്തരം. അതായത് നമുക്ക് അന്നേരം ഒരു ഫോഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അതായത് ശൂന്യബലം എന്നുള്ളൊരു ബലമാണ് അവിടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ആകെ ബലം 0 അല്ല. ഓക്കെ ആണല്ലോ? ഇനി ഐസക് ന്യൂട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇനി പ്രോബ്ലംസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ആക്ക സംരക്ഷണത്തിലേക്ക് കടക്കാം. എന്താണ് ആക്ക സംരക്ഷണം? ഇനി ഓക്കെ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയണമല്ലോ. അപ്പൊ ഞാൻ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം. അവ പരസ്പരം റദ്ദാക്കപ്പെടുന്നില്ല, ഓപ്പോസിറ്റ് കാരണം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്നതായതുകൊണ്ട് അതെന്താകുന്നില്ല, റദ്ദാക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് 0 ആവുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന വാതകങ്ങളുടെ ഒരു ഫോഴ്സ് ഉണ്ട്. അത് കാരണമാണ് റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ബഹിർഗമിക്കുന്ന വാതകങ്ങൾ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനവും റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത് പ്രതിപ്രവർത്തനവുമാണ്. നേരെ തിരിച്ചു നമുക്ക് എടുക്കാം. റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത് പ്രവർത്തനവും ബഹിർഗമിക്കുന്ന വാതകങ്ങൾ പ്രതിപ്രവർത്തനവും, അങ്ങനെ എടുക്കാം. ഇനി തോക്കിൽ നിന്ന് ഉണ്ട പോകുന്ന സമയത്ത് തോക്ക് പിന്നിലോട്ട് വരുന്നുണ്ട്, റീകോയിലിംഗ് ഓഫ് ഗൺ, അതും നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തോണിയിൽ നിന്ന് ഒരാൾ ചാടുമ്പോൾ തോണി പിറകിലോട്ട് പോകുന്നത്, അതും നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ 3 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്ക സംരക്ഷണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ആക്ക സംരക്ഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ന്യൂട്ടന്റെ 2ഉം 3ഉം ചലന നിയമങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുമാനമായ ആക്ക സംരക്ഷണ നിയമത്തിൽ എത്തിച്ചേരുന്നു. നമുക്ക് സുപരിചിതമായ ഒരു ഉദാഹരണം പരിഗണിക്കാം. ഒരു തോക്കിൽ നിന്ന് വെടിയുണ്ട ഉതിർക്കുന്നത് സങ്കല്പിക്കുക. മൂന്നാം ചലന നിയമം അനുസരിച്ച് വെടിയുണ്ടയിൽ തോക്ക് പ്രയോഗിക്കുന്ന ബലം F ആണെങ്കിൽ തോക്കിൽ വെടിയുണ്ട പ്രയോഗിക്കുന്ന ബലം -F ആണ്. ഓക്കെ ആണല്ലോ? നമ്മൾ വെടിയുണ്ടയുടെ തോക്കിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതിൽ നിന്നാണ് പറയുന്നത്. ഈ രണ്ട് ബലങ്ങളും പ്രയോഗിക്കപ്പെടുന്നത് ΔT എന്ന ഒരു ഇടവേളയിലാണ്. രണ്ടാം ചലന നിയമം അനുസരിച്ച് വെടിയുണ്ട ഉണ്ടാക്കുന്ന ആക്ക വ്യത്യാസം F∆Tയും തോക്കിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം F∆Tയും ആണ്. ഓക്കെ, -F∆Tയും ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ തോക്കും വെടിയുണ്ടയും നിശ്ചലാവസ്ഥയിലായിരിക്കുന്നതിനാൽ രണ്ടിനും ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം എന്നത് അന്ത്യാക്കം തന്നെ ആയിരിക്കും. അതായത് PB എന്നത് വെടി ഉതിർത്തതിന് ശേഷം വെടിയുണ്ടയ്ക്കുള്ള ആക്കവും PG എന്നത് തോക്കിന്റെ പിൻചലന ആക്കവുമാണെങ്കിൽ PG ഈസ് ഈക്വൽ ടു -PB എന്ന് നമുക്ക് എഴുതാം. അതായത് PB
പ്ലസ് പി ജി എന്താണ്? വെടിയുണ്ടയും തോക്കും ചേർന്ന വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്നത് എന്തായിട്ട് എടുക്കാം? സഫല ആക്കം എന്നത് കൺസേർവ്ഡ് ആണ്, അത് 0 ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്രകാരം ഒറ്റപ്പെട്ട ഒരു വ്യൂഹത്തിലുള്ള ഒരു ബാഹ്യബലവും ഇല്ലാത്ത വ്യൂഹത്തിലുള്ള ജോഡികളായ വസ്തുക്കളിൽ പരസ്പരം പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങൾ ഓരോ വസ്തുവിലും ആക്ക വ്യത്യാസം ഉണ്ടാക്കുന്നു. എന്നാൽ ഈ പരസ്പര ബലങ്ങൾ ഓരോ ജോഡിയിലും തുല്യവും വിപരീതവുമാകിയാൽ പരസ്പരം റദ്ദു ചെയ്യപ്പെടുകയും ആകെ ആക്കം സ്ഥിരമായിരിക്കുകയും ചെയ്യുന്നു. അതായത് ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഡെറിവേഷൻ വരുന്നത് എന്ന് നോക്കാം. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്മുടെ നിയമപ്രകാരം നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്, എഫ് 0 ആണെന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡി പി ബൈ ഡി ടിയും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ഡി പി ബൈ ഡി ടി 0 ആണെന്ന് പറയുമ്പോൾ എന്താണ്? പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? അതാണ് പറയുന്നത് ആകെ ആക്കം സ്ഥിരമായിരിക്കും. അതായത് ബാഹ്യബലം ഇല്ല, എഫ് 0 ആകുന്നു. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണെങ്കിൽ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ആണല്ലോ. അപ്പൊ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പി ഒരു കോൺസ്റ്റന്റ് ആണ് എന്നല്ലേ അതിന്റെ അർത്ഥം? അതാണ് ഈ നിയമത്തിന്റെ ആക്ക സംരക്ഷണ നിയമത്തിന്റെ നിർവചനം. ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ നോക്കാം. ആക്ക സംരക്ഷണ നിയമം പ്രയോഗിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കൂട്ടിയിടി. എ ബി എന്നീ രണ്ട് വസ്തുക്കളെ സങ്കല്പിക്കുക. ഇവയുടെ ആദ്യ ആക്കം യഥാക്രമം പി എ പി ബി എന്നിങ്ങനെയാണെന്നിരിക്കട്ടെ. ഈ വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിച്ച ശേഷം വേർപെടുമ്പോൾ ഇവയുടെ അന്തിമ ആക്കങ്ങൾ യഥാക്രമം പി എ ഡാഷ് പ്ലസ് പി ബി ഡാഷ് എന്നിങ്ങനെയാണ്. ഓക്കെ, രണ്ടാം ചലന നിയമം അനുസരിച്ച് എഫ് എ ബി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പി എ ഡാഷ് മൈനസ് പി എ എന്ന് എഴുതാം. ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് കൂട്ടിയിടിക്ക് മുന്നേ ആദ്യത്തെ വസ്തുവിന്റെ ആക്കം പി എ, രണ്ടാമത്തെ വസ്തുവിന്റെ ആക്കം പി ബി. ഇനി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന വസ്തുവിന്റെ ആക്കം പി എ ഡാഷ്, രണ്ടാമത്തെ വസ്തുവിന്റെ ആക്കം പി ബി ഡാഷ്. ഇനി നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ് രണ്ടാമത്തെ ചലന നിയമം അനുസരിച്ച്. ആൻഡ് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ആ ഡി ടിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് എഫ് ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ പി എന്നാവും അല്ലെ? ഓക്കെ ആണല്ലോ. അപ്പൊ എഫ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്നാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ബോഡി എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എ ബി ഡെൽറ്റ ടി, എയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെന്റം ബി കാരണം എഫ് എ ബി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എന്താണ്? അന്ത്യാക്കം മൈനസ് ആദ്യാക്കം വിച്ച് ഈസ് ഈക്വൽ ടു പി എ ഡാഷ് മൈനസ് പി എ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എഫ് ബി എ ഡെൽറ്റ ടി, ബിയിൽ ഉണ്ടാകുന്ന ആക്കം എ കാരണം അത് ഈസ് ഈക്വൽ ടു പി ബി ഡാഷ് മൈനസ് പി ബി എന്ന് എഴുതാം. ഇനി തേർഡ് ലോ പ്രകാരം നമുക്ക് എന്ത് പറയാം? മൂന്നാമത്തെ നിയമപ്രകാരം നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറയാം. അപ്പൊ എഫ് എ ബി എന്ന് പറയുന്നത് മൈനസ് എഫ് ബി എ എന്ന് നമുക്ക് എഴുതാം. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എന്ന് എഴുതി കഴിഞ്ഞാൽ പി എ ഡാഷ് മൈനസ് പി എ ഈസ് ഈക്വൽ ടു മൈനസ് പി ഡാഷ് ബി മൈനസ് പി ബി എന്ന് എഴുതാം. ആണല്ലോ. ഇതിനെ നമ്മൾ നേരെ എഴുതി കഴിഞ്ഞാൽ പി ഡാഷ് എ പ്ലസ് പി ബി ഡാഷ് ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. അതായത് ഒറ്റപ്പെട്ട ഒരു വ്യൂഹത്തിന്റെ ആകെ ആദ്യ ആക്കവും ആകെ അന്തിമ ആക്കവും തുല്യമാണ്. അതായത് ആക്കം ആദ്യം ഉണ്ടായിരുന്ന ആക്കം തന്നെയാണ് കൂട്ടിയിടിക്ക് ശേഷം ഉണ്ടാകുന്നത്. ആക്കത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം. കൂട്ടിയിടി ഇലാസ്തിക സംഘടനമായാലും ഇലാസ്തികമല്ലാത്ത സംഘടനമായാലും ഇത് ബാധകമാണ്. ഇലാസ്തിക സംഘടനകളിൽ വ്യൂഹത്തിന്റെ ആദ്യ ഗതികോർജവും ആകെ അന്ത്യഗതികോർജവും തുല്യമാണെന്നുള്ള രണ്ടാമതൊരു നിബന്ധന കൂടെയുണ്ട്. ഇത് നമ്മൾ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ വരും. അതായത് കൊളീഷനിലുള്ള കൈനറ്റിക് എനർജിയുടെ കൺസർവേഷനും കൂടി ഉണ്ട്. അത് നമ്മൾ ഇനി പറയും. ഇപ്പൊ നമ്മൾ മൊമെന്റം കൺസർവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കുന്നത് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിലാണ്. അപ്പൊ ഈ ഡെറിവേഷൻ ഒന്ന് കറക്റ്റ് ഓർത്ത് വെക്കുക. ആ ഇക്വേഷൻ മാത്രം പി എ ഡാഷ് പ്ലസ് പി ബി ഡാഷ് ഈസ് ഇക്വൽ ടു പി എ പ്ലസ് പി ബി, ആദ്യാക്കം ഈസ് ഇക്വൽ ടു അന്ത്യാക്കം എന്നുള്ള കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി ഒരു കണികയുടെ സന്തുലനം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അത് നമുക്ക്
പ്ലെയിനിൽ നമ്മളെ വെക്റ്റർ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ബലതന്ത്രത്തിലെ സാധാരണ ബലങ്ങൾ എന്നുള്ള ഒരു പോർഷൻ പറയുന്നുണ്ട്. അതായത് ഇതിൽ കുറച്ച് ബലങ്ങളെ പറ്റിയാണ്, മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട ബലങ്ങളെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഉള്ളത് ഗുരുത്വാകർഷണ ബലമാണ്. അപ്പം ഗുരുത്വാകർഷണ ബലം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വായിക്കുന്നില്ല, ഇതിൽ പറയുന്ന ബലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഗുരുത്വാകർഷണ ബലമാണ്. അതായത് ഒരു മാധ്യമത്തിന്റെ അഭാവത്തിൽ പോലും വളരെ ദൂരെ നിന്നുള്ള വസ്തുക്കളെ സ്വാധീനിക്കാൻ ഗുരുത്വാകർഷണ ബലത്തിന് കഴിയും എന്നുള്ള ഒരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്. മറ്റെല്ലാ ബലങ്ങളും സമ്പർക്ക ബലങ്ങളാണ്. അതായത് ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലുള്ള ബാക്കി എല്ലാ ബലങ്ങളും സമ്പർക്കത്തിൽ ഇരിക്കുമ്പോഴുള്ള ബലങ്ങളാണ്. പക്ഷെ ഗുരുത്വാകർഷണ ബലത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സമ്പർക്ക ബലം എന്നുള്ളതിനേക്കാൾ ഉപരി ദൂരെ ഇരിക്കുന്ന വസ്തുക്കളിലും ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാറുണ്ട്. ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് സമ്പർക്ക ബലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സമ്പർക്കത്തിലുള്ള ഒരു ബലത്തിന് ലംബമായി പ്രവർത്തിക്കുന്ന സമ്പർക്ക ബലത്തിന്റെ ഘടകത്തെ ലംബമായ പ്രതിപ്രവർത്തനം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു നോട്ട് പുസ്തകം മേശയുടെ മുകളിൽ വെക്കുമ്പോൾ ആ നോട്ട് പുസ്തകത്തിന് ലംബമായിട്ട് ഒരു നോർമൽ റിയാക്ഷൻ അവിടെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മലയാളത്തിൽ ലംബമായ പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത്, നോർമൽ റിയാക്ഷൻ. സമ്പർക്കത്തിലുള്ള പ്രതലത്തിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘടകത്തെ ഘർഷണം എന്ന് പറയുന്നു. ഇനി എന്തുകൊണ്ട് മിനുസമായിട്ട് ആ പുസ്തകം മേശയിൽ നിന്ന് തെന്നിപ്പോന്നില്ല? അവിടെ ഒരു ഘർഷണ ബലം ആക്ട് ചെയ്യുന്നുണ്ട്, സമാന്തരമായിട്ട് ആ പ്ലെയിനിന് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഘർഷണ ബലം എന്ന് പറയുന്നു. ഇനി ഖരപദാർത്ഥങ്ങളും ദ്രവപദാർത്ഥങ്ങളും തമ്മിൽ സമ്പർക്കത്തിൽ വരുമ്പോഴും ചില സമ്പർക്ക ബലങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഒരു ഖരവസ്തുവിനെ ദ്രാവകത്തിൽ മുക്കിയിടുമ്പോൾ മുകളിലേക്കുള്ള പ്ലവക്ഷമ ബലമുണ്ട്. ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന് ഭാരവും ഈ പ്ലവക്ഷമ ബലവും എന്തായിരിക്കും? തുല്യമാണ്. ഇതാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സമ്പർക്ക ബലങ്ങളുടെ മറ്റു ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, വായുവിന്റെ പ്രതിരോധം, അതായത് എയർ റെസിസ്റ്റൻസ്, വിസ്കസ് ഫോഴ്സ്, അവയൊക്കെ സമ്പർക്ക ബലങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു സ്പ്രിംഗ് മൂലം ഉണ്ടാകുന്ന ബലവും ഒരു ചരടിൽ അനുഭവപ്പെടുന്ന വലിവ് ബലവും സാധാരണ കാണപ്പെടാറുള്ള മറ്റു രണ്ട് ബലങ്ങളാണ്, മെക്കാനിക്സിലുള്ള മറ്റു രണ്ട് ബലങ്ങളാണ്. സ്പ്രിംഗിൽ അനുഭവപ്പെടുന്ന ബലത്തിന് നമ്മൾ F=-kx എന്നുള്ള ഫോർമുല കൊണ്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി പ്ലെയിനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് ഇക്വിലിബ്രിയം പോയിന്റ്, ആ പോയിന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബലതന്ത്രത്തിലെ ഈ ഒരു എന്താണ് കണികയുടെ സന്തുലനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയാനുണ്ട്. അത് നമുക്ക് പറയാം. അതിനു മുന്നേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇനി നമുക്ക് പറയാനുള്ളത് സർക്കുലാർ മോഷൻ ആണ്. അതേപോലെ വർത്തുള ചലനം, ഈ പ്ലവക്ഷമ ബലമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഘർഷണവും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സർക്കുലാർ മോഷൻ ആണ്. ഘർഷണം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഘർഷണം എന്ന് പറയുന്നത് കാര്യമായിട്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ഘർഷണം ഉള്ളത്. ഈ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതായത് സ്ഥിത ഘർഷണവും ഉണ്ട്, നിരങ്ങൽ ഘർഷണവും ഉണ്ട്. ഇതിലെ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമ്മൾ Fs=μsn എന്ന് പറയുന്ന ഇക്വേഷനിലും, കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ നിരങ്ങൽ ഗതിക ഘർഷണത്തെ നമ്മൾ Fk=μkn എന്നുള്ള രീതിയിലുമാണ് നമ്മൾ പറയാറുള്ളത്. ഇനി സർക്കുലർ മോഷനിൽ നമുക്ക് ഈ ഘർഷണത്തിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഓർത്തിരിക്കുക, ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഒന്നുകൂടെ പറയും, ഘർഷണത്തിന്റെ കാര്യം നമ്മൾ ഒന്നുകൂടെ പറയും. സർക്കുലാർ മോഷൻ, അതേപോലെ ബാങ്കിങ് ഓഫ് റോഡ്സ് പറയുന്ന സമയത്ത് ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് ഇടുക. നോട്ട്സ് വേണമെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കണ്ടുപോകാം, ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.